ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡി കണക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് ജോസാം. ഞാനിപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വാഗമണ്ണാണ്. വാഗമണ്ണ് നമ്മൾ അധികം ടൂറിസ്റ്റുകളൊന്നും അധികം വരാത്ത ഒരു ഏരിയ ഉണ്ട്. അത് മുരുകൻമല, തങ്ങൾപാറ, അതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെയൊക്കെ ബാക്ക് സൈഡ് വ്യൂ ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കാണുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ നിൽക്കണ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാക്ക് ടു ഫ്രണ്ട് ക്യാം. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഇപ്പം നിൽക്കണ മുരുകന്മാരുടെയൊക്കെ അതിൻ്റെ ആ ലൊക്കേഷൻ കാണുന്നത്. ഇത് കണ്ടില്ലേ, എന്നെ വ്യൂ വന്നു അന്യായമാണ്, ഒരു രക്ഷയില്ല, പൊള്ളി സാധനം എന്നൊക്കെ നമ്മൾ പറയണം. ഇതിനൊക്കെ വാക്കുകൾ കൊണ്ട് എനിക്ക് പ്രകടിപ്പിക്കാനാവുന്നില്ല ഗൈസ്. ഇതൊക്കെ ഗൈസ് അവിടെയൊക്കെ ഇഷ്ടംപോലെ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഈ ഭാഗത്ത് ഇതാണല്ലേ, അവിടെ ചെറിയൊരു പാറയുടെ ഒരു സെറ്റപ്പ്. ആ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നാളായേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു തേയിലത്തോട്ടമാണ്. ഇത് വെട്ടുന്നതാണ് ഗൈസ്. എന്നാ മനോഹരമാണ് നോക്കിയേ. ഇത്രയും മനോഹരമായ കാഴ്ചകൾ കേരളത്തിലല്ലാണ്ട് വേറെ എവിടെ കിട്ടും? ഓക്കെ, അത് രണ്ട് ടൂറിസ്റ്റുകൾ അവിടെ ഒരു പാറപ്പൊക്കത്ത്, നമുക്ക് ആ പാറപ്പൊക്കത്ത് പോകാം. അവരുടെ ഫോട്ടോസൊക്കെ എടുക്കണം, ശരിയല്ലോ. അതുകൊണ്ട് നമ്മൾ അതിൻ്റേതായ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, പോവുകയാണ്. നമ്മുടെ യാത്രകൾ അതൊരിക്കലും അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ലല്ലോ. കാരണം വൈബ്, ആ ഒരു പുതിയ നമ്മുടെ ന്യൂ ജനറേഷൻ ഹാപ്പിനെസ്സിൻ്റെ വേറെ വാക്കാണ് അത്. ഞാൻ ജസ്റ്റ് നമ്മുടെ AI ചോദിച്ചായിരുന്നു, AI എന്താണ് വൈബ്? ദാറ്റ്സ് എ തരംഗം, അങ്ങനെ പറയും. പിന്നെ ഒരു പ്രത്യേക ഒരു ഊഷ്മളമായ ഒരു അവസ്ഥ എന്നൊക്കെയാണ് വൈബിന് അവർ വാക്ക് പറയുന്നത്. അപ്പോൾ നമ്മളത് വൈബ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് മൂഡേഷൻ എന്നൊക്കെ കേൾക്കണമല്ലോ, വൈബേഷൻ എന്നാക്കി. അപ്പോൾ വൈബേഷ് ഫീലിംഗ് ആണ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അതാണ് ഹാപ്പിനെസ്സിൻ്റെ എക്സ്ട്രീം. ഓക്കെ, ലുക്ക് അറ്റ് ദീസ് ഗൈസ്. ഇത് ആക്ച്വലി ഒരു മരമാണ്, എന്ത് മരമാണെന്ന് അറിയില്ല. നല്ലൊരു വ്യൂ ആണ് എന്തായാലും. ഓക്കെ, ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുക. നമ്മുടെ വ്ളോഗിങ് വീഡിയോസ് തുടർന്നും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇത് ഹില്ലി ഏരിയ ആയതുകൊണ്ട് ചെറിയ കഥപ്പൊക്കെ ഉണ്ട്. കാരണം ഇതിപ്പോൾ റോഡ് പണിയൊക്കെ തന്നുള്ളൂ. മേ ബി ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൈസ കൊടുക്കാണ്ട് ഇതിൽ വരാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ പൈസ ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ലുക്ക് അറ്റ് ദാറ്റ് റോക്ക് മാൻ. ഓക്കെ, ആ റോക്കിലോട്ട് നമുക്ക് പോകാം. അതിനു മുമ്പ് ഇവിടെ നിന്നൊരു ചെറിയൊരു വ്യൂ കൂടെ കാണിച്ചിട്ട് നമുക്ക് റോക്കിലോട്ട് പോകാം. ഓക്കെ, ഇത് ഗൈസ് മനോഹരമായി പോവാണ്. ഇതെല്ലാം അതായത് ഹൈ റേഞ്ച് റൂട്ടിലൂടെ വന്നാൽ കാണാൻ പറ്റും. ഇതിന് ഞങ്ങളുടെ നാട്ടിലൊരു പേര് പറയുന്നത്, പേര് ഞാൻ മറന്നുപോയി. പേരറിയാവുന്നവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതും ഒരു പൂവാണ്. ഓണമൊക്കെ ആറായി, അതിൻ്റെയാണ് മലയാളികളെ സംബന്ധിച്ച് ഓണം. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടുള്ള വഴി ഒരുക്കുന്ന ഹുണ്ടായിയുടെ ഒരു ഹിറ്റാച്ചി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഹുണ്ടായിയുടെ ഹിറ്റാച്ചി വന്നിട്ട് ദെൻ ഇത് ഹിറ്റാച്ചി ഉഴുതു മറിച്ചിട്ട സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അധികം ഹാം ചെയ്തിട്ടില്ല, അതായത് പ്രകൃതി അധികം നശിപ്പിച്ചിട്ടില്ല. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ മാൻ. നല്ല കോടയാണ്. ഇപ്പോൾ രാവിലെ ഒരു 8:30 സമയം. ഇതുവരെ വരെ സൂര്യൻ ജസ്റ്റ് രാവിലെ ഒന്ന് വെളിച്ചം കണ്ടായിരുന്നു. വെച്ചായി സൂര്യനൊക്കെ. ഇത് പൈൻ വാലിയിലൊക്കെ നിൽക്കണം പൈൻ ട്രീ ആണ്. ഓക്കെ, അതിൻ്റെ ഇലയുടെ സവിശേഷത അവിടെ ഒരു കമ്പ് ഒടിഞ്ഞിരിപ്പുണ്ട് ഗൈസ്, നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാൻ പറ്റിയ സംഭവമാണ്. പക്ഷേ ഷേപ്പില്ലാന്നുള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, ഇതാണല്ലേ നൂല് പോലെ ഇരിക്കണം, നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ നൂല് പോലെ ഇങ്ങനെ കണ്ടേ. നല്ല ശരിക്കും പറഞ്ഞാൽ ചൂലാക്കാനും കൊള്ളാമല്ലേ. ബട്ട് ദാറ്റ് വാസ് പോസിബിൾ. കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതാണ് ആ വ്യൂ പോയിൻ്റ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതല്ല സ്ഥലമൊക്കെ അതിൽ ധരിച്ചിട്ടേക്കാണ്. അപ്പോൾ വെരി വൈബേഷ് മൊമെൻറ്റ്സ് ആണിത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെവി എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ സ്ഥലത്തോട്ടൊന്നും പോകണില്ല. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് സജസ്റ്റ് ചെയ്യണേ. കാരണം നമുക്ക് വൈബ് ആസ്വദിക്കാൻ ഒരുപാട് ബഡ്ജറ്റൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു ചായക്കട നടത്തുന്ന 2 പേര് ടൂർ പോയ കഥ. അതായത് ഇന്ത്യ മാത്രമല്ല, അവർ ലോകം മുഴുവൻ, ലോകത്തിൽ എത്രയായും സഞ്ചരിച്ചെന്നും മറന്നുപോയി. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ലൊക്കേഷനാണ് വാഗമൺ. കാരണം ഓഫ് റോഡും സൈറ്റ് സീൻസുമായിട്ട് മൊത്തം ഒരു 10ഓളം സീനറികൾ, അതായത് വൈബ് മൊമെൻറ്റ്സ് ആസ്വദിക്കാൻ പറ്റിയ സീനറികൾ ഈ വാഗമണ്ണിലുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ടൂറിസ്റ്റുകളെല്ലാം വരുന്നത് മൂന്നാറിലോട്ടാണ്. മൂന്നാറിനേക്കാളും മികച്ചൊരു വ്യൂ, അത് വേറെ വൈബ്. ഇവിടെ 24 hours അല്ല, ഏത് കാലാവസ്ഥ വന്നാലും ഒരു കോടമഞ്ഞ് അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ പക്ക വെയിൽ സമയത്തൊന്നുമല്ല, അത് നമ്മുടെ ക്ലൈമറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ, ബട്ട് വൈബ് ഈസ് പ്രഡിക്റ്റബിൾ. കാരണം
വൈബ് നമ്മളുടെ കയ്യിലാണ് കഴിച്ചിരിക്കുന്നത്, ശരിയാണോ? നമ്മുടെ ഹാപ്പിനെസ് വൈബ് അതൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണല്ലേ. അപ്പോൾ നമ്മളങ്ങനെ സംസാരിച്ച് വന്ന് നമ്മുടെ പുതിയൊരു വ്യൂ പോയിൻ്റ് എത്തിയിരിക്കുകയാണ്. പുതിയ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതൊന്ന് ഞാൻ ഇച്ചിരി ഇറങ്ങി വന്നുള്ളൂ. അങ്ങനെ കാണുന്നതാണ് ഇതല്ലേ 2 പാറ. ഈ പാറ താഴെ ഒരു വഴിയാണ്, അത് താഴോട്ടുള്ള ഒരു സംഭവമാണ്. താഴെ ഒരു പുഴ ഒഴുകുന്നു ഗൈസ്. പുഴയല്ല, തോടെന്ന് പറയും. മേ ബി പുഴയുടെയൊക്കെ സംഭവങ്ങളായിരിക്കും. ഇതാണല്ലേ, വാ വൈബേഷ്. അതിലൊക്കെ നമ്മൾ വേറെ ദിവസം അവസരം കിട്ടിയാൽ പോകും. ഓക്കെ, അവിടെയൊക്കെ നമുക്ക് വിശദമായ വ്ളോഗിങ് എടുക്കാം. ഇത് ജസ്റ്റ് ബിഗിനിങ് അല്ല. അപ്പോൾ ബിഗിനിങ് ആവാൻ ജസ്റ്റ് സൈറ്റ് സീനൊക്കെ കാണിച്ചിട്ട് നമുക്ക് യൂട്യൂബ് കുറച്ചുകൂടെ വളരണ്ടേ. ഗായ്സ് ലുക്ക് അറ്റ് ദിസ്, അതിമനോഹരമായ പൂക്കൾ. ഇതെന്ത് പൂവാണെന്ന് അറിയില്ല, ബട്ട് ഭംഗിയുള്ളതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ നമുക്കിവിടെ പോവാം. അതായത് ഇതുണ്ട് ഞാൻ പറഞ്ഞ വഴി, ഇതാ വഴി, ഇതാ അങ്ങനെ വരുന്ന വഴിയാണ്. ഇതാ മേലോട്ടൊരു വഴിയുണ്ട്, താഴോട്ടൊരു വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ പോയി താഴോട്ട്. എനിക്ക് തോന്നുന്നു അവിടെ കൂടിച്ചേരാൻ സാധ്യതയില്ല. അവിടെ വരെയൊക്കെ നല്ലൊരു വാലി വ്യൂ ആണ് ഗൈസ്, ആണല്ലേ. പിന്നെ ഈ വാലി വ്യൂവിൻ്റെ കിടക്കോടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രക്കിംഗ് സ്പോട്ട് ആക്കേണ്ട സ്ഥലമാണ്. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അഭിപ്രായം പറഞ്ഞതിന് കുഴപ്പമില്ലായിരിക്കും. ഓക്കെ, ട്രക്കിംഗ് സ്പോട്ടാണിത്. അപ്പോൾ ട്രക്കിംഗ് സ്പോട്ടാക്കാൻ പറ്റിയൊരു വൈബ്ഫുൾ ഇവൻ്റാണ്. ഈ റിസോർട്ടൊക്കെ പണിത് നശിപ്പിക്കാതെ ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഇവിടെ ഫുള്ളൊരു ടെൻറ്റ് സ്റ്റേ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കമൻറ്റ് ബോക്സ് എന്ന് പറയണം, നമ്മുടെ ചാനലെന്ന് പറയണം. കണ്ടല്ലേ, ഇപ്പോഴും എന്താ കോട വീശിക്കൊണ്ടിരിക്കുക. സമയം 8:09 മണിയായി. ഇപ്പോൾ അത് കൊച്ചി, അതായത് ഇവരിപ്പോൾ വന്നേക്കണം. ഞാൻ ജസ്റ്റ് അവരെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അവർ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് അവർക്ക് ഇവിടുന്ന് പോകുന്നതെന്നുള്ളൂ. ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ വന്നാണ് ഗൈസ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ 1 മണിക്കൂർ ആകാറായി, 3/4 മണിക്കൂറോളായി. ഓക്കെ, എന്തായാലും അവരും കൂടെ പോകണം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഗൈഡ് സെറ്റപ്പിൽ വന്നതാണ് ഇവിടെ. ഓക്കെ, എന്നാൽ ഈ ഇത്രയും വൈബുള്ള സ്ഥലം നമ്മളെ കേരളത്തിൽ വന്നിട്ട് അവരെ നിരാശരാക്കരുതല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഇനി മറ്റു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇനി 2 പാട്ടായാലോ? ഓക്കെ, 2 പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, എൻ്റെ മനസ്സിലിപ്പോൾ ഓടി വരുന്ന ഇടുക്കിയെ പറ്റിയുള്ള പാട്ടാണ്. ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇടുക്കിക്കാരൻ. ഞാൻ തൊടുപുഴ സ്വദേശിയാണ്, എങ്കിലും ഇടുക്കി നമ്മുടെ ജില്ലയാണല്ലോ. പിന്നെ കേരളം, അതിനെ ഇടുക്കി എന്ന് കേരളം എന്നൊന്നുമില്ല, നമുക്കെല്ലാം വസുദൈവ കുടുംബകം എന്ന ഒരു തത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ലോകമെല്ലാം ഒരു കുടുംബം പോലെ ആയിത്തീർന്ന ഒരു നിമിഷം. അത് മേ ബി പോസിബിൾ ആയിരിക്കും, അറിയില്ല. എന്തോ അങ്ങനെ പോസിബിളായ രസം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പിന്നെ ഇത് ഇടയ്ക്ക് യുദ്ധങ്ങളും മടിയും പിടിയും വഴക്കൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു ത്രില്ലിങ് മൂമെൻറ്റ്സ് ഉള്ളൂ. അതായത് നെഗറ്റിവിറ്റി ഇഷ്ടപ്പെടുന്ന, അതായത് വില്ലൻ ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി ഈ വഴിയൊന്ന് കടക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ ചെറിയൊരു വഴിച്ചാൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാട്ട് പാടിക്കൊണ്ട് അങ്ങോട്ട് പോവാം. ഇതല്ലേ, പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. മേ ബി ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കാൻ സാധ്യത വളരെ ഏറെയാണ്. ഓക്കെ, അതിനു മുമ്പ് വരാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യം. ഓക്കെ, കോൺക്രീറ്റ് കാടുകൾക്ക് നടുവിലല്ല, അത് പത്രോസിൻ്റെ പടപ്പുകൾ എന്ന ഫിലിമിൽ നമ്മുടെ ഒരു ഡയലോഗ് പറയണ്ട, ആ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ ഗൈസ്, ഇതുപോലുള്ള പാറകൾ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം. പിന്നെ എനിക്ക് അത്യാവശ്യം ഗ്രിപ്പുള്ള ചെരുപ്പായിട്ട് കുഴപ്പമില്ല. നിങ്ങളൊക്കെ കോൺക്രീറ്റ് കാടുകളിൽ കിടന്ന് ബാത്തപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നാച്ചുറൽ ബാത്ത് ചെയ്യും. നാച്ചുറൽ ബാത്ത് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ബാത്ത് ചെയ്യാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ താഴെ തോടുള്ളൂ. ഓക്കെ, പിന്നെ വേറെ പാലൊഴുകും പാറ അങ്ങനെ കുറേ സ്പോർട്സുകൾ വാഗമണ്ണുണ്ട്. അപ്പോൾ ഇതിലൊരു വഴി കാണുന്നുണ്ട്. ഈ വഴി നമുക്ക് ബ്ലോക്കഡ് ആട്ടോ ഇവിടെയല്ല, കാരണം ഇത് മതിൽ കെട്ടി തിരിച്ചേക്കുന്നതാണ്. ഈ ചെറിയൊരു വള്ളിയുള്ളൂ. പക്ക ട്രക്കിംഗ് സെറ്റപ്പാണ് ഇവിടെ. ഗൈസ്, സൂര്യൻ വന്നു പൂവൻകൂവി നിൽക്കൻ്റെ ചില്ലക്കണ്ണ. പണ്ട് സൺലൈറ്റിൻ്റെ ഒരു പരസ്യമായിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ കാട് കയറി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തോട്ടപ്പുഴുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാല് വയ്ക്കുകയെന്നല്ല ഗൈസ്, അതിര് കുറ്റി ഇളക്കിയോ ഞാൻ ഇല്ലില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാട്ട് പാടിയില്ലല്ലേ, പാട്ട് പാടാവേ. ഈ കിതപ്പത്ത് മാറട്ടെ. ഓക്കെ, കമോൺ, ലെറ്റ്സ് മേക്ക് സം ഇൻക്രെഡിബിൾ വൈബ്സ്. ഗൈസ്, ഞാനിത് വേറെ പ്രോപ്പർട്ടിയുടെ അകത്തായി പോയി ഗൈസ്. ഓക്കെ, ഇത് അവർ വന്നിട്ടുണ്ട്, അവർ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ആ പാറയുടെ വ്യൂ മേളിലൊന്ന് കാണാം. ഓക്കെ, ഇവിടെ പാറ മണ്ടയെന്ന് ഞാൻ പാട്ട് പാടാം. ഓക്കെ ഗൈസ്, ഇനി ഈ പാറ മണ്ട എന്നൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതവിടെ
ഓക്കെ, അപ്പോൾ പാട്ട് പാടിയേക്കാം. മാണിക്കച്ചിറകുള്ള മാറത്ത് കുറിയുള്ള മായാടിപ്പക്ഷി പോയി കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴനെ പോയി. ഓക്കെ ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ്. അതാണ് പാട്ട് ഞാൻ ബാക്കി പിന്നെ പാടിത്തരാം. ഇതുണ്ട്, അവിടെ ഒരു പ്രതിമയുണ്ട്. എനിക്ക് തോന്നുന്നു അത് കർത്താവിൻ്റെ പ്രതിമയെന്നാണ് തോന്നുന്നത്. അങ്ങനൊരു ഫോട്ടോ അവിടെ ഉള്ളതാണ്. ഓക്കെ, ഇത് അതിൽ ആ വഴിയൊക്കെ അത് ട്രാവലിംഗ് റോഡാണ്, മെയിൻ ടൗണിലോട്ട് പോകുന്ന വഴിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്. ഈ വൈബിൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഐഡികൾ ഫോളോ ചെയ്യുക. ഡൊണാൾഡ് ജോ, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും മറക്കാണ്ട് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.